എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. KGTE യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്ക് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഏതെങ്കിലും വീഡിയോസ് കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് LD ടൈപ്പിസ്റ്റ് KSEB 2015 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 28 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ? ഹൂ ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ? ആരാണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നത്? ആൻസർ ലേഡി അഗസ്റ്റ ആഡം ലവ്ലീസ്. ലേഡി അഗസ്റ്റ ആഡം ലവ്ലീസ് ആണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഹോൾഡിംഗ് പ്ലേസ് ഫോർ ദ ഐറ്റം യു ഹാവ് ഡിലീറ്റഡ്? ഡാഷ് ഈസ് ദ ഹോൾഡിംഗ് പ്ലേസ് ഫോർ ദ ഐറ്റം യു ഹാവ് ഡിലീറ്റഡ്? ആൻസർ റീസൈക്കിൾ ബിൻ ആണ്. അതായത് റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഐറ്റംസ് ഹോൾഡ് ചെയ്യുന്ന, അതിൽ റീസൈക്കിൾ ബിന്നിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് CAD. CADയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആണ് CADൻ്റെ ഫുൾ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻ്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് എ കോളം ഇൻ എ വർക്ക്ഷീറ്റ് ഈസ് നോൺ ആസ്? മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. ദ ഇൻ്റർസെക്ഷൻ ഓഫ് എ റോ ആൻഡ് എ കോളം ഇൻ എ വർക്ക്ഷീറ്റ് ഈസ് നോൺ ആസ് സെല്ല്. അതായത് ഒരു റോയിൻ്റെയും ഒരു കോളത്തിൻ്റെയും ഇൻ്റർസെക്ഷനാണ് സെൽ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ ക്യാൻ ബി സീൻ ഓൺ ഡാഷ് മെനു. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഓപ്ഷൻ ഏത് മെനുവിലാണ് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എഡിറ്റ് മെനു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൊറിസോണ്ടൽ ബാർ അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ക്രീൻ ഈസ് കോൾഡ്? ദ ഹൊറിസോണ്ടൽ ബാർ അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ക്രീൻ ഈസ് കോൾഡ് ടാസ്ക് ബാർ. ടാസ്ക് ബാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, L ഇൻ റോമൻ ലെറ്റേഴ്സ് മീൻസ്? L എന്ന് പറയുന്ന റോമൻ ലെറ്റർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 50 എന്നുള്ള സംഖ്യയാണ് L റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദ ടെക്സ്റ്റ് ഈസ് പ്രിൻറ്റഡ് ഓർ ടൈപ്ഡ് ലെങ്ത്വൈസ് ഇറ്റ് ഈസ് കോൾഡ്? വെൻ ടെക്സ്റ്റ് ഈസ് പ്രിൻറ്റഡ് ഓർ ടൈപ്ഡ് ലെങ്ത്വൈസ് ഇറ്റ് ഈസ് കോൾഡ് പോർട്രേറ്റ്. അപ്പോൾ ഈ പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് 2 പേജ് ഓറിയൻറ്റേഷൻസ് ആണ്. 2 പേജ് ഓറിയൻറ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ പേജ് ഓറിയൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ കഴിയുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ്. ഫാദർ ഓഫ് വേൾഡ് വൈഡ് വെബ് ടിം ബെർണേഴ്സ്-ലീ ആണ്. ടിം ബെർണേഴ്സ്-ലീ ആണ് വേൾഡ് വൈഡ് വെബ് അഥവാ WWWൻ്റെ ഫാദർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫുട് നോട്ട് കമാൻഡ് ഈസ് പ്രസൻറ്റ് ഇൻ ഡാഷ് മെനു. ഇൻസേർട്ട് ആണ്. ഫുട് നോട്ട് എന്നുള്ള കമാൻഡ് നമ്മൾ ഇൻസേർട്ട് മെനുവിലാണ് കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്കൺസ് ഇൻ ദ ഡെസ്ക്ടോപ്പ് കനോട്ട് ബി അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ്? അതായത് ഡെസ്ക്ടോപ്പിലെ ഐക്കൺസിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയാത്ത ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഞാൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻസ് ഇതാണ്: നെയിം, സൈസ്, ആട്രിബ്യൂട്ട്, ടൈപ്പ്. നെയിം, സൈസ്, ആട്രിബ്യൂട്ട്, ടൈപ്പ്. അപ്പോൾ ഇതിൽ ഏതിൻ്റെ ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ആട്രിബ്യൂട്ടാണ്. ആട്രിബ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ഡെസ്ക്ടോപ്പിൽ ഐക്കൺസിനെ അറേഞ്ച് ചെയ്യാൻ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് വൺ ദാറ്റ് നോട്ട് ബിലോങ് ടു ബ്രൗസർ സോഫ്റ്റ്വെയർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബ്രൗസർ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയാം: ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ഒപ്പേറ. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ഒപ്പേറ. ആൻസർ ഗൂഗിൾ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ് പേജ് നമ്പർ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു? അപ്പോൾ ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ പേജ് നമ്പർ നമുക്ക് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യാൻ കഴിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഹെഡറിലോ ഫൂട്ടറിലോ ഏതിൽ വേണമെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, വിൻഡോസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്? വിൻഡോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം സൈൻ ഇൻ മീൻസ്?
സൈൻ ഇൻ മീൻസ്, അതായത് സൈൻ ഇൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോഗിൻ ടു ആൻ എക്സിസ്റ്റിംഗ് ഇമെയിൽ അക്കൗണ്ട്, അതായത് നിലവിലുള്ള ഒരു ഇമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനാണ് സൈൻ ഇൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫങ്ഷൻ കീ ഈസ് യൂസ്ഡ് ഫോർ സെലക്ടിങ് വേർഡ് ഹെൽപ്പ്. വേർഡ് ഹെൽപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻ കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ F1 ആണ്. F1. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർമുല ഇൻ എക്സൽ ഈസ് കറക്റ്റ് ടു ഫൈൻഡ് സം ഓഫ് സെൽ B1, B2 ആൻഡ് B3. അപ്പം B1, B2, B3യിലുള്ള സെൽസിൻ്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ B1 ഈസ് ടു B3 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് B1നും B3ക്കും ഇടയ്ക്ക് കോമ, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ലെസ് ദാൻ സിമ്പിൾ, അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ കോളനാണ് വരുന്നത്. സെമി കോളൻ അല്ല, കോളനാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്. താഴെ പറയുന്ന ഏത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. MS ഓഫീസ്, MS എക്സൽ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ടാലി അക്കൗണ്ടിങ്. ആൻസർ MS എക്സൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് വൺ ഫംഗ്ഷൻ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ഡേറ്റ് ഫംഗ്ഷൻ ഇൻ സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിലെ ഡേറ്റ് ഫംഗ്ഷനിൽ ഉൾപ്പെടാത്ത ഒരു ഫംഗ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഇയർ, ഡേറ്റ് ആൻഡ് നൗ. ഇയർ, ഡേറ്റ് ആൻഡ് നൗ. ആൻസർ ആൻഡ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. താഴെ പറയുന്നവയിൽ ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. വിൻഡോസ്, ലിനക്സ്, MS എക്സൽ, ഡോസ്. വിൻഡോസ്, ലിനക്സ്, MS എക്സൽ, ഡോസ്. ആൻസർ MS എക്സൽ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അടുത്ത ക്വസ്റ്റ്യൻ, ടു ക്രിയേറ്റ് എ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇൻ എക്സൽ ഡാഷ് കമാൻഡ് ഈസ് യൂസ്ഡ്. അതായത് എക്സലിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടേബിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടർ കേസസ് അവൈലബിൾ ഇൻ വേർഡ് ഈസ്. അതായത് വേർഡിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാരക്ടർ കേസസ് എത്ര എണ്ണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 5 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് യൂണിറ്റ് പ്രൊവൈഡ്സ് ദ കമ്മ്യൂണിക്കേഷൻ ഫ്രം മാൻ ടു മെഷീൻ. അതായത് മനുഷ്യരിൽ നിന്നും മെഷീനിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻപുട്ട് യൂണിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു ചേഞ്ച് ദ സൈസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഫസ്റ്റ് ലെറ്റർ ഓഫ് എ സെലക്ടഡ് പാരഗ്രാഫ് ഡാഷ് ഈസ് യൂസ്ഡ്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലെറ്ററിനെ സൈസ് ചേഞ്ച് ചെയ്യാനും സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനും ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രോപ്പ് ക്യാപ്പ് ആണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് കീസ് ഇൻ ന്യൂമറിക് കീപാഡ് ഈസ്. അതായത് ന്യൂമറിക് കീപാഡിൽ എത്ര നമ്പർ ഓഫ് കീസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 17 ആണ്. 17 ആണ് ന്യൂമറിക് കീപാഡിലെ ടോട്ടൽ നമ്പർ ഓഫ് കീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഹെൽപ്സ് ടു സേവ് എ ഡോക്യുമെൻറ്റ് ഇൻ അനദർ നെയിം. അതായത് ഏത് ഓപ്ഷനാണ് ഒരു ഡോക്യുമെൻറ്റിനെ വേറൊരു പേരിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സേവാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറൊരു എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യാം, പുതിയൊരു പേരിൽ സേവ് ചെയ്യാം, പുതിയൊരു ലൊക്കേഷനിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓപ്ഷൻ മിനിമൈസ്, മാക്സിമൈസ് ആൻഡ് ക്ലോസ് ആർ ലൊക്കേറ്റഡ് ഇൻ. അതായത് മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് തുടങ്ങിയവയൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈറ്റിൽ ബാറിലാണ്. ടൈറ്റിൽ ബാർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വ്യൂ ഷോ കമാൻഡ് ഈസ് പ്രസൻറ്റ് ഓൺ ഡാഷ് മെനു. വ്യൂ ഷോ കമാൻഡ് ഈസ് പ്രസൻറ്റ് ഓൺ ഡാഷ് മെനു. അപ്പോൾ ഇത് പവർ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആൻസർ സ്ലൈഡ് ഷോയാണ്. സ്ലൈഡ് ഷോയാണ് വ്യൂ ഷോ കമാൻഡ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന മെനു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.